വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തഴുതാമ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പുനർവ എന്ന് പറയുന്ന ഔഷധ സസ്യത്തെയാണ്. ഇത് നമ്മളെ പറമ്പിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. പഴയ കാലത്ത് ഇത് പല വീടുകളിലും കറികളായിട്ടും തോരനായിട്ടും ഒക്കെ ഇലക്കറികളുമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇത് പല അസുഖങ്ങൾക്കും ഭേദപ്പെടുത്താനായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ്. ഇത് ആയുർവേദത്തിൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കഷായങ്ങളായിട്ടും എണ്ണയായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കുന്നു. ഇതിൽ ധാരാളം വൈറ്റമിനും അതുപോലെ തന്നെ ധാതുക്കളും അടങ്ങിയിരിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് തഴുതാമ. ഇതിൽ പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ സി ഉണ്ട്, സോഡിയം ഉണ്ട്, നൈട്രേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ, കാൽസ്യം, അയൺ എന്നീ ഘടകങ്ങളെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സി ധാരാളമായിട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇത് പല അസുഖങ്ങൾക്കും പഴയ കാലത്തും ഇന്നും ഇത് ഉപയോഗിക്കുന്നു. അതുപോലെ മൂത്രവർദ്ധനത്തിന്, മലബന്ധത്തിന്, അതുപോലെ തന്നെ പനി, ശരീരത്തിലുണ്ടാകുന്ന നീര് മാറുന്നതിനായിട്ട്, മൂലക്കുരു, അതുപോലെ തന്നെ ഹൃദ്രോഗം, ചുമ എന്നിവയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, പക്ഷപാതം, സന്ധിരോഗം, അതുപോലെ നേത്രരോഗം, ഇതിനൊക്കെ ധാരാളമായിട്ട് ഈ തഴുതാമ ഉപയോഗിച്ചിരുന്നു. മൂത്രത്തിലെ കല്ല്, വൃക്കയിലെ കല്ല് മാറ്റുന്നതിനായിട്ട് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞപ്പിത്തത്തിന് പ്രയോജനമായിട്ടുള്ള മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ വേണ്ടി ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ മൂത്രത്തിലുള്ള അണുബാധ ഒക്കെ മാറ്റുന്നതിനായിട്ട് ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നിസ്സാരമായിട്ടുള്ള ഒരു സസ്യമല്ല, വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വീടുകളിൽ നട്ടുപിടിക്കുകയോ അല്ലെങ്കിൽ പറമ്പിലുണ്ടാകുന്ന ഇത് നശിപ്പിക്കാതെ, ഇത് നമ്മൾ പറമ്പിൽ തന്നെ കിട്ടുന്ന, സുലഭമായിട്ട് കിട്ടുന്ന ഔഷധ സസ്യമാണ്. ഇതുപയോഗിച്ച് പല രീതിയിലുള്ള കറികൾ നമുക്ക് ഉണ്ടാക്കാം. അതിൽ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് ഇലത്തോരനാണ്. ഇത് പറിച്ചെടുത്ത് അതിൻ്റെ ഇലയൊക്കെ വൃത്തിയാക്കി നമ്മൾ ഇലത്തോരൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് പൈസ കൊടുത്ത് നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല. നമ്മളെ പറമ്പിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പറമ്പിലോ തൊടിയിലോ ഒക്കെ ഇത് ധാരാളമായിട്ട് ഉണ്ട്. അപ്പം പറിച്ചെടുത്ത ഇലകൾ ഞാൻ ഇപ്പം ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇവിടെ തോരൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും. ആ മിക്സ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇലകളിൽ ഏതെങ്കിലും രീതിയിലുള്ള വിഷാംശമുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ 3 ഐറ്റങ്ങൾ ചേർത്ത് ഉള്ള വെള്ളത്തിൽ ഇത് ഒരു 10-15 മിനിറ്റ് നേരം കുതിർത്ത് വെക്കുന്നത്. മഞ്ഞൾപ്പൊടി, വിനീഗർ, അതുപോലെ തന്നെ ഉപ്പ്. ഇത് നല്ലൊരു വെജി വാഷാണ്. ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ വെജി വാഷാണ്. നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാ പച്ചക്കറികളും, വാങ്ങുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഇതുപോലുള്ള ഈ ലിക്വിഡിൽ ഇട്ട് വെച്ചാൽ ഒരു പരിധി വരെ അതിലേക്ക് വിഷാംശം മാറ്റാനായിട്ട് സാധിക്കും. ഈ തോരൻ വെക്കാനായിട്ട് വേണ്ടി നമുക്ക് തേങ്ങാപ്പീര വേണം, വറ്റൽമുളക് വേണം, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളിയോ അല്ലെങ്കിൽ സവോളയോ പച്ചമുളക്, ഇത്ര ഐറ്റമാണ് വേണ്ടത്. ഈ കഴുകി എടുത്ത ഇല ഇതുപോലെ നമ്മൾ വെള്ളമൊക്കെ പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കും. അതിനുശേഷം ഇലകൾ ഒന്നിച്ച് ഒരു കെട്ടായിട്ട് പിടിച്ചും കൊണ്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് അരിയും. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ പീസസ് ആയിട്ട് പലകയിൽ വെച്ച് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ്. വീണ്ടും അടുത്ത ഇലയുടെ കൂട്ടം എടുത്തു, എന്നിട്ട് ഇതുപോലെ പീസസ് ആക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പല വിഭവങ്ങളും ഇതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി നമ്മൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമേ ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വറ്റൽമുളക്, അതായത് വെളുത്തുള്ളി പേസ്റ്റ്, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇത്രയും ഇട്ട് നമ്മളൊന്ന് ശരിക്ക് ഇളകും. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയോ അല്ലെങ്കിൽ ചുവന്നുള്ളിയോ ആ എണ്ണയിലോട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കും. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള നമ്മളെ ഇലകൾ അതിലേക്ക് ഇടുന്നു. അതിനുശേഷം അരപ്പ്, നമ്മൾ തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വെന്ത് വരാനായിട്ട് വേണ്ടിയാണ്. അധികം വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം
ഒഴിച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കി ഒരു പാത്രം വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ കടായി വെക്കുക. അപ്പം അത് ആവി കൊണ്ട് നല്ലവണ്ണം വെന്ത് വരും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അതിന്റെ ലിഡ് എടുത്തിട്ട് വീണ്ടും തുറന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ ഇളക്കുക. അപ്പം നമുക്കാണ് അതിന്റെ പാത്രത്തിൽ അടിയിൽ വെള്ളം കാണുന്നത്. അത് മൊത്തം പൂർണ്ണമായിട്ട് വറ്റാനായിട്ട് വേണ്ടി വീണ്ടും നമ്മൾ ലിഡ് വെച്ച് അടപ്പ് വെച്ച് അടച്ച് അത് ഒന്നുകൂടെ ലോ ഫ്ലെയിമിൽ വെക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വെള്ളമെല്ലാം പറ്റി നമുക്ക് കഴിക്കാൻ പാകമായിട്ടുള്ള തോരനായിട്ട് മാറിയിരിക്കുകയാണ്. ഇല തോരനായിട്ട് മാറി അത് നമ്മൾ ഒരു ബൗളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം ആവശ്യത്തിന് നമ്മൾ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. തഴുതാമ നിസ്സാരനല്ല, വളരെ അധികം ഔഷധ ഗുണമുള്ളതാണ്.